ഹേയ് ഞങ്ങളിന്ന് ഫാമിലി ആയിട്ട് സ്റ്റേക്കേഷന് പോവാണ് കേട്ടോ. ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് മൂന്നാർ, വാഗമൺ, ഇടുക്കി, കുറച്ച് തണുപ്പുള്ള ഒരു ഹൈ റേഞ്ച് സ്ഥലത്ത് പോകാം എന്നായിരുന്നു. പക്ഷേ പിന്നീട് മൂന്നാറിലേക്കൊക്കെ ഉള്ള ട്രാഫിക് ബ്ലോക്കും അതൊക്കെ കണ്ടപ്പോഴത്തേക്കും അതൊരു ടേൺ ഓഫ് ആയിട്ട് തോന്നിയുകൊണ്ട് ഞങ്ങൾ ആ ഡെസ്റ്റിനേഷനൊക്കെ മാറ്റിയിട്ട് നേരെ പിടിച്ചത് നമ്മുടെ പാലക്കാടുള്ള ഹൈ റേഞ്ച് ആയിട്ടുള്ള നെല്ലിയാമ്പതിയാണ് കേട്ടോ. 6 മണിക്ക് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം ഒരു 8 മണി ഒക്കെ ആയി. നമ്മൾ വടക്കഞ്ചേരി സൈഡ് എത്തിയപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല വിശപ്പായി. അപ്പോൾ എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാം എന്നോർത്ത് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇത് അമീഗോ എന്ന് പറഞ്ഞ ഹോട്ടലാട്ടോ. നിങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ കയറിക്കോളൂ, നല്ല ഫുഡാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചു. ഇറ്റ് വാസ് ഗുഡ് ആൻഡ് ഇറ്റ് വാസ് വെരി റീസണബിൾ ഓൾസോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ കുഞ്ഞൊരു ബേക്കറി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അമ്മൂമ്മ നാരങ്ങമിഠായി വേണമെന്ന് പറഞ്ഞു നാരങ്ങമിഠായി വാങ്ങുന്ന സീനാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ വീണ്ടും ജേർണി സ്റ്റാർട്ട് ചെയ്തു. ഇനി അങ്ങോട്ട് ഭയങ്കര സീനിക് ആയിട്ടുള്ള റൂട്ടാണ്. പാലക്കാട് സൈഡിൽ ഇറ്റ്സ് വെൽ നോൺ ഫോർ ദ പാഡി ഫീൽഡ്സ്. അപ്പം അതൊക്കെ കണ്ട് നല്ലൊരു കാഴ്ചയായിരുന്നു അങ്ങോട്ടൊക്കെയുള്ള ഒരു ട്രാവൽ. നമ്മൾ ഇറങ്ങിയത് കുറച്ച് നേരത്തെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഇപ്പോഴേ വിട്ടടിച്ച് പോയാൽ നമ്മൾ റിസോർട്ടിൽ നേരത്തെ എത്തും. പക്ഷേ അവിടെ ചെക്ക് ഇൻ ടൈം 2 o'clock ആണ്. അപ്പം അതുകൊണ്ട് നമുക്ക് ഏതെങ്കിലും വഴിയിലുള്ള ഒരു ഡെസ്റ്റിനേഷൻ കാണാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തി ഞങ്ങൾ. അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടോ, വിച്ച് ഇസ് പോത്തുണ്ടി ഡാം. ഞാൻ ഈ സ്വെറ്ററൊക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അത്ര തണുപ്പൊന്നും ആയിട്ടല്ല, പക്ഷെ നല്ല വെയിലാണ്. വെറുതെ കരിയുണ്ടല്ലോ എന്നോർത്തിട്ട് സ്വെറ്റർ എടുത്തിട്ടതാണ്. ഈ ഡാമിൻ്റെ മുകളിൽ വരെ നടന്നു കയറുന്നത് വലിയൊരു ടാസ്ക്കാണ് കേട്ടോ. ബിക്കോസ് ഞാൻ ഓർത്തു സിമ്പിളായിരിക്കും എന്നൊക്കെ ഓർത്ത് പകുതി കഴിയത്തപ്പോൾ ഞാനും ക്ഷീണിച്ചു. പാവം അമ്മമ്മ. പക്ഷെ അമ്മമ്മയ്ക്ക് ആ സ്പിരിറ്റ് ഉള്ളതുകൊണ്ട് ആൾ എങ്ങനെയൊക്കെയോ ഇടയ്ക്ക് ബ്രേക്സ് ഒക്കെ എടുത്തിട്ടാണെങ്കിലും നടന്ന് മുകളിലെത്തി. നമ്മുടെ പോത്തുണ്ടി ഡാമിൻ്റെ എക്സ്പ്ലോറേഷൻ നമ്മളിതേ അവസാനിപ്പിച്ചു. നമ്മളവിടെ നിന്ന് ഒരു കരിമ്പ് ജ്യൂസും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ റിസോർട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റ്. അപ്പോൾ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഇനി മുമ്പോട്ട് പോകുമ്പോൾ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡെസ്റ്റിനേഷനൊക്കെ നോക്കാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നോക്കിയിട്ട് വേണം പോകാൻ.
അങ്ങനെ ഞങ്ങൾ ട്രാവൽ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നെല്ലിയാമ്പതി എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഒരു വ്യൂ പോയിന്റ് കണ്ടു. അപ്പോൾ അവിടെ ഒന്ന് സൈഡാക്കിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വ്യൂ ഒക്കെ കണ്ടിട്ട് പതുക്കെ പോകാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ അവിടെ നിർത്തിയേക്കാണ്. അപ്പോൾ ഈ മുമ്പിൽ കാണുന്ന മലയിൽ നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ ആനേനെയൊക്കെ കാണാൻ പറ്റുമെന്ന് ആൾക്കാർ പറയുന്നത് കേട്ടു. എന്തോ നമുക്ക് ഭാഗ്യമല്ല ഗൈസ്, നമുക്ക് ആനയെ കാണാൻ പറ്റിയില്ല. പക്ഷേ എന്താ കുറേ മങ്കീസിനെ കണ്ടു കേട്ടോ. എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ ഒരു സീനാണ് ഞാൻ കാണിക്കുന്നത്. ഐ സോ മങ്കി സിറ്റിംഗ് ഓൺ ടോപ്പ് ആൻഡ് ഈറ്റിംഗ് എ പ്ലാസ്റ്റിക് ബോട്ടിൽ. അതെനിക്ക് ഭയങ്കര വിഷമം തോന്നി. ബിക്കോസ് നെല്ലിയാമ്പതി ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. അവിടെ ഒരുപാട് ബിൻസൊക്കെ അവർ പ്ലേസ് ചെയ്തിട്ടുണ്ട് പ്ലാസ്റ്റിക് ലിറ്ററിങ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇത് തിങ് ഈസ് അവർ പ്ലേസ് ചെയ്തേക്കുന്ന ബിൻസ് ഗ്രില്ലിൻ്റെ ആണ്. ആൻഡ് ആ ഗ്രില്ലിൽ ഇത്തിരി ഗ്യാപ്പ് കൂടുതലാണ്. അപ്പം ഈ മങ്കീസ് വന്നിട്ട് ബോട്ടിൽസ് ആ ഗ്യാപ്പിൽ നിന്ന് എടുക്കുന്നുണ്ട്. ആൻഡ് അവർ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതെനിക്ക് കുറച്ച് സങ്കടം തോന്നി. ഇതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്ത് ഇൻസ്റ്റയിൽ ഇട്ടിരുന്നു. ആൻഡ് ഐ ഹോപ്പ് തിങ്സ് വിൽ ബി ഡൺ ടു പ്രിവെൻറ്റ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഹാപ്പനിങ്. അങ്ങനെ നമ്മളിതേ മുമ്പോട്ട് ട്രാവൽ ചെയ്ത് നമ്മുടെ ഹിൽ വാലി ഫാം ഹൗസിൻ്റെ പാർക്കിങ്ങിലേക്ക് എത്തി. നമ്മൾ റിസോർട്ട് എത്തിയിട്ടില്ല കേട്ടോ ഗൈസ്. നമ്മൾ ഈ റിസോർട്ടിലേക്ക് പോകുന്നത് അവരുടെ വണ്ടിയിലായിരിക്കും, ജീപ്പിലായിരിക്കും. ബിക്കോസ് ഓഫ് റോഡാണ്. അപ്പം നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ അവിടെ ഒരു ITL ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടെ കയറി നോർമൽ മീൽസും ഫിഷ് ഫ്രൈയും കഴിച്ചു. നല്ല ഫുഡായിരുന്നു. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ കഴിച്ചോളൂ, ധൈര്യമായിട്ട് കഴിച്ചു. നല്ല ഫുഡാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതേ പതുക്കെ നമ്മുടെ വണ്ടി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പം ഇനി ഒരു ഓഫ് റോഡ് ജേർണിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നു. നമ്മുടെ റിസോർട്ടിൻ്റെ പേര് ഹിൽ വാലി റിസോർട്ട് നെല്ലിയാമ്പതി എന്നാണ്. അപ്പം ഇതൊരു കാട്ടിനുള്ളിൽ ഒരു കോഫി പ്ലാന്റേഷൻ്റെ നടുവിലാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ കാടൊക്കെ കഴിഞ്ഞ് കോഫി പ്ലാന്റേഷനൊക്കെ കണ്ടു തുടങ്ങി, വിച്ച് മീൻസ് നമ്മൾ റിസോർട്ട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തേക്കാണ് കേട്ടോ. അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ചേട്ടൻ വാസ് ടെല്ലിങ് ദാറ്റ് ഇവിടെ ആന വരുന്ന സ്ഥലമാണ്, കാണാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ എന്തായാലും റിസോർട്ടിലേക്ക് എത്തി. ഇനി ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വ്ളോഗിൽ ഞാൻ പറയാം. അപ്പം ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ ജേർണി ടിൽ നൗ. അടുത്ത വ്ളോഗിൽ കാണാം കേട്ടോ. ബൈ.